കഴക്കൂട്ടത്തൊരു ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ. ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ, നിങ്ങളുടെ കാണണം. ചില അനാസ്ഥകളാണ്. ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നാട്ടിൽ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട് മരങ്ങൾ മുറിക്കാനും ചില്ലകൾ മുറിക്കാനൊക്കെ വരുന്നുണ്ട്. കാര്യം വൈദ്യുതി തടസ്സം നേരിടാനാണ്. ഇൻ കേസ് രാത്രി ഫ്യൂസ് പോയെന്ന് വിചാരിച്ചു, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന കഴക്കൂട്ട സെക്ഷൻ ഓഫീസിന് കീഴിൽ ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും. അതായത് ഈ പാലത്തിന്, കഴക്കൂട്ട പാലത്തിന് തൊട്ടടുത്തായിട്ട് വരുന്നൊരു ട്രാൻസ്ഫോമർ. ഓക്കെ, എങ്ങനെയായിരിക്കും ഒരു രാത്രി ഒരു ഫീസ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അവർക്ക് കയറി ഫീസ് കെട്ടാൻ പറ്റുക? കാര്യം വൈദ്യുതി അടഞ്ഞു കിടക്കുന്ന സന്ദർഭമാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റതോ കയറി കിടന്നാൽ ഈ കാട്ടിൻ്റെ ഇടയിൽ വന്നവർ എങ്ങനെയായിരിക്കും ഇത് കെട്ടുക? ചില അനാസ്ഥകളാണ്. അരമണിക്കൂറത്തെ ഒരു പരിപാടിയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ വന്ന് ഈ പറയുന്ന ഇടങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് കയറി വൃത്തിയാക്കി ഇട്ടിരുന്നാൽ എന്തായിരിക്കും കുഴപ്പം? കണ്ടോ, അതിൻ്റെ നമ്പർ കൂടെ വേണമെങ്കിൽ കാണിച്ചു. കണ്ടോ, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോഴത്തെ ഈ ഇത് നോക്കി, കാട് പിടിച്ച് ഒരു പക്ഷേ മഴയത്ത് ഇതിനകത്ത് വന്നിട്ട്, ഇപ്പോൾ മഴ പെയ്യുന്ന ഇടവിട്ട് കേരളത്തിൽ മഴ പെയ്യുന്ന സന്ദർഭമാണ്. അതിനകത്ത് ഇതിലേക്ക് വരുമ്പോൾ നോക്കൂ, അതിനകത്ത് ആ ഫ്യൂസിന് ചുറ്റാകെ എല്ലാം പുല്ല് കയറി കാട് പിടിച്ച് കിടക്കുന്ന നോക്കി. കണ്ടാൽ ഉപയോഗശൂന്യമാണെന്ന് പെട്ടെന്ന് തോന്നി. പിന്നീടാണ് നോക്കിയപ്പോൾ അതിനകത്ത് ചില മേഖലകളിലെ ഫീസുകളാണ്. കുമിഴിക്കര റോഡ്, ഒന്ന് LTABC എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ അതുപോലും വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അല്ലേ ഈ സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരുത്തുന്ന അനാസ്ഥയിൽ. ഒരുപക്ഷെ ഈ പുല്ലൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മഴ പെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഫീസിനകത്ത് വെള്ളം ഇറങ്ങാം. നിങ്ങൾ നോക്കിയാൽ മതി, പുല്ലൊക്കെ വളരുമ്പോൾ അതിനകത്തൂടെ വെള്ളം ഫീസിനകത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പല ശ്രദ്ധയില്ലായ്മ കൊണ്ടുണ്ടാകുന്ന അനാസ്ഥകൾ. ഇതിനെതിരെയൊക്കെയാണ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ വിളിക്കുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ. ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ഇത്രയും കാട് പിടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അതും കഴക്കൂട്ടം പോലൊരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കാഴ്ച. നോക്കൂ, പ്രധാനപ്പെട്ട റോഡിലെ ഒരു കാഴ്ചയാണ്. അതാണ് അതിലെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാഴ്ച. നഗരമധ്യത്തിൽ, ഇപ്പോൾ ഏതെങ്കിലും ഗ്രാമപ്രദേശത്താണെങ്കിലും വേണ്ടില്ല, ഒരു നഗരത്തിൻ്റെ ഒത്ത നടുക്കുള്ള, അതായത് ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത്. ആ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നടു റോഡിൽ, നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ, ജസ്റ്റ് നോക്കിയാൽ വാഹനങ്ങളെല്ലാം പോകുന്നതാണ്. ആ ഇടത്താണ് KSEBിയുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആക്രി അവസ്ഥയും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നന്നാക്കിക്കൂടെ സാറന്മാരെ? അത് പറയാതിരിക്കാൻ തരമില്ല. നാട്ടുകാർക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. അതിലെന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കി മാറ്റിയത്.